എന്താ ഹബീബെ ഈ പറയുന്നത്? എന്തെങ്കിലും പറയും, നിങ്ങൾ സമയം കളയില്ല. എന്താ ഈ പറയുന്നത്? നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ കിതാബ് ഞാൻ കൊണ്ടുവരണമെന്ന് പറഞ്ഞാല് ഇത് മനുഷ്യരോട് പറയാൻ പറ്റുമോ? നിങ്ങൾ ചോദിക്കണ ചോദ്യത്തിന്റെ കിതാബ് നിങ്ങളാ കൊണ്ടുവരേണ്ടത്, അത് ഞാനല്ല. അത് നല്ല തമാശ. ഇവിടെ നിങ്ങൾ എന്തൊക്കെ ചോദിക്കാൻ വരുന്നത് എനിക്കറിയോ? അത് നല്ലതാ. എന്നിട്ട് ഞാൻ അതിനുള്ള ചോദ്യങ്ങളെ കിതാബ് ഞാൻ ലോറിയിൽ വരേണ്ടി വരും ഇവിടെ. ഈ കഥ ഞാത്ത വർത്താനം ചോദിക്കരുത്. കിതാബ് ചിലപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടാവില്ല, എന്നാ ഇബാറത്തുണ്ടാവും, അതെങ്കിലും വായിക്കും. അങ്ങനെ ചെയ്യാം. അതില്ലെങ്കിൽ നിങ്ങളെന്തോ എന്ന് പറഞ്ഞു അതിന് ഞാൻ കിതാബ് വായിക്കണമെന്ന് പറഞ്ഞാൽ അയ്യയ്യേ KG കുട്ടികളെ പോലും പറയരുത്. ഇതൊന്നും അന്തല്ലാത്ത പോലും പറയേണ്ട വർത്താനാണ്, ബുദ്ധിയുള്ളവർ പറയേണ്ടതല്ല. അതുകൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. കിതാബിന്റെ ഇബാറത്തുണ്ടെങ്കിൽ ചോദിച്ചോളൂ, മറുപടി പറയും. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ അതിന്റെ വിശദീകരണം നൽകാം. എന്തായാലും അതില്ല, ഞാൻ വേറെ ഇബാറത്ത് വായിച്ച ഇബാറത്ത് ഒരു പപ്പും എത്തിക്കുക, എന്നിട്ട് മതി. നമ്മൾ വായിച്ച ഇബാറത്ത് ഒരു വെപ്പും എത്തുക. അതായത് നിങ്ങൾ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനിന്റേതായിട്ട് ഇബാറത്ത് വായിച്ചിട്ടില്ല, ആ അർത്ഥം നിങ്ങൾ ഏതോ മൗലവി എന്തോ പറഞ്ഞു തന്നത് വായിക്കുകയാണ്. അങ്ങനെ ഒരു ഇബാറത്ത് ഫത്ഹുൽ ബാരിയിൽ ഇല്ല. ഫത്ഹുൽ ബാരിയിൽ അറബിയിലാണ്. അതിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് സ്ത്രീകൾ പുറത്തു പോയി, അവർ പള്ളിയിലേക്ക് പോയിരുന്നു, അവർ തവാഫ് ചെയ്തിരുന്നു, അവർ റസൂലുള്ളാഹിന്റെ കൂടെ കൂടി. അതൊക്കെ ഇതിലുണ്ട്, ഞങ്ങൾക്കറിയാം. അത് ശരി തന്നെയാണല്ലോ, പള്ളിയിലേക്ക് തന്നെ പോയിരുന്നത്. കാരണം മക്കത്തെ പള്ളിയിൽ പോയെങ്കിലേ ഹജ്ജ് ചെയ്യാൻ കഴിയുള്ളൂ, ഉംറ ചെയ്യാൻ കഴിയുള്ളൂ. തവാഫ് ചെയ്യണമെങ്കിൽ മക്കത്തെ പള്ളിക്ക് പോണം. ആ പള്ളിയിൽ ചെന്ന് കഴിയുന്ന കർമ്മങ്ങളാണ് ഏത്? ഈ ഹജ്ജിന്റെ കർമ്മങ്ങൾ, ഉംറയുടെ കർമ്മങ്ങൾ. യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ പ്രവർത്തനങ്ങൾ അത് സഹോദരന്മാരെ സഹാബി വനിതകൾ പോയിരുന്നു, സംശയമില്ല. അത് ശരിയാണ്. അതിനെക്കുറിച്ച് കിതാബിൽ ഫത്ഹുൽ ബാരിയിലുണ്ട്, മറ്റു പല കിതാബിലുണ്ട്. റസൂലുള്ളാഹിന്റെ കൂടെ അന്യ പുരുഷന്മാർ പങ്കെടുക്കുന്ന ജുമുഅ ജമാഅത്തുകളിൽ സംബന്ധിക്കാൻ സ്ത്രീകൾ പോയിരുന്നു എന്ന് അതിന് വരട്ടെ, അതല്ലേ വേണ്ടത്. അത് റസൂലുള്ളാഹിന്റെ ഭാര്യമാര് പോയി, അതുപോലെ പെൺകുട്ടികൾ പോയി എന്ന വിഭാഗത്തുണ്ടെങ്കിൽ വരണം. എന്തെങ്കിലും പറയരുത്, സമയം കളയരുത്. സമയം വളരെ അമൂല്യമാണ്. അത് അതിൽ ഈ പറഞ്ഞ വായിച്ച വിഭാഗത്തിനൊന്നുമില്ല. ഇങ്ങനെ കിതാബിൽ പലതിലും ഉണ്ട്. അതിന് പള്ളിക്ക് പോണം. സ്ത്രീകൾ ആരും മക്കത്തെ പള്ളിക്ക് പോയിട്ടില്ല എന്ന് ഞങ്ങൾ പറയുന്നുണ്ടെങ്കിലല്ലേ ഞങ്ങൾക്ക് എതിരുള്ളത് തെളിവാകുള്ളൂ. ഹജ്ജ് ചെയ്യണമെങ്കിൽ, ഉംറ ചെയ്യണമെങ്കിൽ, തവാഫ് ചെയ്യണമെങ്കിൽ മക്കത്തെ പള്ളിയിലേക്ക് പോകണം, ഉറപ്പന്നെയാണ്. അത് പോയിട്ടുണ്ട്. നമ്മളെ ചർച്ച അതിലല്ല. സ്ത്രീകൾ ജുമുഅക്കും ജമാഅത്തിനും വേണ്ടി അന്യപുരുഷന്മാർ പങ്കെടുക്കുന്ന വേദികളിലേക്ക്, സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ടോ? അതിന് വിഭാഗത്തുണ്ടെങ്കിൽ വായിക്കുക, വെറുതെ സമയം കളയരുത്. നിങ്ങൾക്ക് ചോദ്യം മുട്ടിയിട്ടുണ്ടെങ്കിൽ വേറെ ആൾക്ക് മുടിക്ക കൊടുക്കുക, ചോദിക്കരുത്. ഹജ്ജായി ഞാൻ എല്ലാ നിസ്കാരത്തിനും റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ പോയി എന്നാ പറഞ്ഞത്, ഹജ്ജിന് പോയി എന്നല്ല. ആ കാര്യം നമുക്ക് ഓരോ വിഷയം ചർച്ച ചെയ്യാം. നിസ്കാരത്തിന് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ നിസ്കരിച്ചിരുന്നു എന്ന് ഫത്ഹുൽ ബാരിയിൽ രണ്ടാമത്തെ വാല്യം 197 പേജിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? അങ്ങനെ മലയാളത്തിൽ ഫത്ഹുൽ ബാരിയിൽ ഇല്ലേ ഇല്ല എന്ന് ഞങ്ങൾ അതേക്കുറിച്ച് പറയുന്നു. ഫത്ഹുൽ ബാരി മലയാളത്തിലാണെന്ന് എനിക്ക് വാദമേ ഇല്ലേ ഇല്ല. അറബിയിലുള്ള ഇബാറത്ത് നിങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യണം. അപ്പൊ അതിന്റെ മറുപടി ഇവിടുന്ന് പറയും ചെയ്യും. അതാണ് പറയേണ്ടത്. നേരത്തെ പറഞ്ഞതല്ല ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. ഞാൻ ഒന്നുകൂടി വിശദീകരണം നൽകാം. നേരത്തെ പറഞ്ഞത് എന്താ? റസൂലുള്ളാഹിന്റെ ഭാര്യമാരും സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ പോയ കഥയെ നിങ്ങൾ പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞത് മുസ്ലിം സ്ത്രീകൾ പോയിരുന്നു. എന്നാ അവിടെയും ഞാൻ വിശദീകരണം നൽകാം. അത് സഹീഹുൽ ബുഖാരിയിലുണ്ട്, ഫത്ഹുൽ ബാരിയിലുണ്ട്, ഖസ്വല്ലാനിയിലുണ്ട്, എല്ലാതിലുണ്ട്. വഖദ് കുന്ന നിസാഉൽ മുഅ്മിനാത്തി യുസല്ലീന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂലിന്റെ കൂടെ മുസ്ലിം സ്ത്രീകൾ നിസ്കരിച്ചിരുന്നു. സലാത്തൽ ഫജ്ർ, സുബ്ഹി നിസ്കാരം നിസ്കരിച്ചിരുന്നു എന്ന് ഇസ്ലാമിന്റെ ആദ്യകാലത്ത്. അതും ബുഖാരിയിലുണ്ട്, ഫത്ഹുൽ ബാരിയിലുണ്ട്. അതായിരിക്കും നിങ്ങൾ ഒരു പക്ഷേ പറയുന്നത്. അതിന് അറബി വായിക്കണ്ട, എന്നാലല്ലേ ഇത് എന്തിനെ കുറിച്ചാണെന്ന് അറിയുള്ളൂ. ഇത് മലയാളത്തിൽ ഇങ്ങനെ പറയാണ്. അതാ ഞാൻ ഇബാറത്ത് വായിക്കണം എന്ന് പറയുന്നത്. അത് സഹീഹുൽ ബുഖാരിയിൽ തന്നെയുണ്ട്, ഫത്ഹുൽ ബാരിയിൽ തന്നെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് നടന്ന സംഭവമാണ്. അങ്ങനെ ചില സ്ത്രീകളൊക്കെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് റസൂലുള്ളാഹിന്റെ കൂടെ ആദ്യകാലത്ത്. സംശയമില്ല, ഞങ്ങൾ നിഷേധിക്കുന്നില്ല. ആദ്യകാലത്ത് ഇസ്ലാമില് കള്ളുകൂടി അനുവദനീയായിരുന്നു. പിന്നെയാണ് കള്ള് നിരോധിച്ചത്. കാനത്തിൽ ഖിലാബു തുഖ്ബിലു വ തുദ്ബിറു ഫീ മസ്ജിദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിന്റെ ആദ്യകാലത്ത്
റസൂലിന്റെ പള്ളിയിലേക്ക് സ്ത്രീകൾ മാത്രമല്ല പട്ടികളും വന്നിരുന്നു, നായകൾ. കാനത്തിൽ കിലാബു തുഖ്ബിലു വതുദ്ബിറു വതബൂലു ഫീ മസ്ജിദി റസൂലില്ലാഹി എന്നും കാണാം ചില ഹദീസുകളിൽ. റസൂലുള്ളാഹിന്റെ കാലത്ത്, ആദ്യകാലത്ത് റസൂലുള്ളാഹിന്റെ പള്ളിയിൽ പട്ടികളും വന്നിരുന്നു, നായകളും വന്നിരുന്നു. വരിക, പോവുക, അവർ മൂത്രിക്കുക, അതൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് ഇന്ന് സ്ത്രീകളെ പോകുമ്പോൾ ഒരു പട്ടിണി കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റൂലല്ലോ. ഇതൊക്കെ ഇസ്ലാമിന്റെ ആദ്യകാലത്ത് നടന്ന ഒരു സംഭവങ്ങളാണ്. അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ, ഞാൻ പറയുന്നത് ഇബാറത്ത് വായിക്കാത്തത് കൊണ്ട് മലയാളത്തിൽ ഫതുൽ ബാരിയിലില്ല, അത് മൗലവിമാര് നിങ്ങളെ പറ്റിച്ചു പറഞ്ഞു തന്നതാണ്. അത് ശരിയല്ല. അതിന്റെ വിശദീകരണം റസൂലുള്ളാഹിന്റെ ഭാര്യമാരെയും പെൺകുട്ടികളെയും കുറിച്ചല്ല എങ്കിൽ പിന്നെ ഈ ഹദീസ് ആയിരിക്കും ഒരു പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ മൗലവിമാർ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് അതിന് അപ്പുറം അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് ഇബാറത്ത് വായിച്ചാലേ അത് ഏതാണ് സംഭവം എന്ന് പറയാൻ പറ്റുള്ളൂ. ഏതായാലും അന്യ പുരുഷന്മാർ പങ്കെടുക്കുന്ന ജുമുഅ ജമാഅത്തുകളിൽ സ്ത്രീകൾ പങ്കെടുക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ള ഒരു ഹദീസും ഫതുൽ ബാരിയിൽ ഇല്ല.